ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ അഞ്ജു. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു എംബ്രോയ്ഡറി വർക്കുമായിട്ടാണ്. ഒരു ഫ്ലവർ എംബ്രോയ്ഡറി ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ചിത്രം വരച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു കോയിൻ എടുത്തിട്ടുണ്ട്. ആ കോയിൻ ഉപയോഗിച്ച് ആ ഒരു വട്ടം വരച്ചെടുക്കുകയാണ്. റൗണ്ട് ഞാൻ വരച്ചു കൊടുക്കുന്നത് ഹീറ്റ് ഇറേസബിൾ പെൻ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റൗണ്ട് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ചെറിയൊരു തണ്ടും ഒരു ലീഫും വരച്ചു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് വന്ന് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് മൈൻഡ് ചെയ്യണ്ട. ഞാനിവിടെ റെഡ് കളറുള്ള ത്രെഡാണ് എടുത്തത്. 6 സ്ട്രാൻഡ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രാൻഡ്സ് എടുക്കാം. എന്നിട്ട് ഞാനിവിടെ ലേസി ഡേസിയാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ വലിയ റൗണ്ട് മുഴുവനും ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ലേസി ഡേസി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പോയിന്റിൽ നിന്ന് നീഡിൽ കുത്തിയെടുക്കുന്നു. തൊട്ടടുത്ത പോയിന്റിലൂടെ നീഡിൽ കടത്തി ഏത് ഡയറക്ഷനിലേക്കാണോ ഈ ഒരു സ്റ്റിച്ച് വേണ്ടത് അങ്ങോട്ടേക്ക് കുറച്ച് അകലെ മാറി സൂചി പൊക്കിയെടുക്കുക. എന്നിട്ട് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് ലേസി ഡേസി സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് ആ റൗണ്ട് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. സാധാരണയായി ഈ സ്റ്റിച്ച് കൂടുതലായി ഉപയോഗിക്കുന്നത് പെറ്റൽസ് ആയിട്ട് തന്നെയാണ്. കൂടാതെ ലീവ്സ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഈ ഫ്ലവർ നമുക്ക് തിന്നായിട്ടും ചെയ്യാം, തിക്കായിട്ടും ചെയ്യാം. ഇവിടെ ഒരു മീഡിയം ടോണിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല തിക്കായിട്ട് കിട്ടണമെങ്കിൽ 3-4 സ്ട്രാൻഡ്സ് മാത്രം എടുത്ത് ചെയ്യുക. അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ പെട്ടെന്ന് തീർക്കാനായിട്ട് ആ നൂലിലെ മുഴുവൻ സ്ട്രാൻഡ്സും എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3-4 സ്ട്രാൻഡ്സ് മാത്രം വെച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം കൂടി എടുക്കും കേട്ടോ, ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടി. അങ്ങനെ ആ റൗണ്ട് മുഴുവനായിട്ട് ഈ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചെറിയ റൗണ്ടിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് രണ്ട് കളറിലാണ് കൊടുക്കുന്നത്. ആദ്യത്തെ ആ ഒരു റൗണ്ടിൽ വൈറ്റ് കളർ വെച്ചിട്ട് ആണ് ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ ബ്രൗൺ കളർ വെച്ചിട്ടുള്ള ഫ്രഞ്ച് നോട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് കളർ കൊണ്ട് ആ ഒരു റൗണ്ട് മുഴുവനായിട്ടും ഫ്രഞ്ച് നോട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രൗൺ കളർ ത്രെഡ് എടുക്കുന്നു. അതും ഈ എല്ലാ ത്രെഡും ഞാൻ 6 സ്ട്രാൻഡ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ചെറിയൊരു സ്പേസിൽ ഞാൻ ബ്രൗൺ കളറുള്ള 3 ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന ഒരു വിശദമായ ഒരു വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എംബ്രോയ്ഡറി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഒരു സീരീസ് ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കാണുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ത്രെഡ് ഒരേ പൊസിഷനിലേക്ക് തന്നെ ഇടുക. എന്നാലേ ഒരു നീറ്റായ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി നൂല് ലൂസായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു വൃത്തി അങ്ങ് പോകും. ലീവ്സിന് നമ്മൾ ഫ്ലൈ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. പല സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് ലീവ്സ് ചെയ്യാം. സാറ്റിൻ ഉപയോഗിക്കാം, ഫ്ലൈ സ്റ്റിച്ച് ഉപയോഗിക്കാം, അങ്ങനെ ക്രോസ് സ്റ്റിച്ച് ഉപയോഗിക്കാം. അങ്ങനെ പല സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്ക് ലീഫ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്ലൈ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫ്ലൈ സ്റ്റിച്ച് അകത്തി ചെയ്യാനാണ് പഠിക്കുക. പക്ഷേ ഇത് അടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് ആ ലീവ്സിനൊരു തിക്നെസ്സും ഒരു ഭംഗിയൊക്കെ കിട്ടുക. ഞാനിവിടെ ഫ്ലൈ സ്റ്റിച്ചാണ് കൊടുക്കുന്നതെങ്കിലും ഞാൻ തിക്കിലല്ല കൊടുക്കുന്നത്. കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കൊടുക്കുന്നത്. അത് വീഡിയോയിൽ അങ്ങനെ ക്ലിയർ ആകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല തിക്കിലൊക്കെ എടുത്ത് നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും.
ഫ്ലൈ സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് നിന്ന് സൂചി കുത്തിപ്പൊക്കി എടുക്കുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് സൂചി താഴ്ത്തിയെടുത്തതിന് ശേഷം മുഴുവനായിട്ട് വലിച്ചു കൊടുക്കുന്നതിന് മുന്നേ സെൻറ്ററിലായി കുറച്ച് മാറി വി ഷേപ്പിൽ സൂചി പൊക്കിയെടുക്കുന്നു. എന്നിട്ട് അവിടെ ഒരു ലോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വി ഒരാകൃതിയിൽ കിട്ടും. ഫ്ലൈ സ്റ്റിച്ച് ചെയ്യേണ്ട വിശദമായ ഒരു വീഡിയോ ബേസിക് സീരീസിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അങ്ങനെ അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നതിന് മുന്നേ ഡിസൈൻ വരയ്ക്കാൻ ഉപയോഗിച്ചത് ഹീറ്റ് ഇറേസബിൾ പെന്നല്ലേ. അത് നമുക്ക് ഹെയർ ഡ്രയർ വെച്ചോ അല്ലെങ്കിൽ അയൺ ചെയ്തോ നമുക്ക് ഒരുക്കി മാറ്റിയെടുക്കാം. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്.